PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച ധാരണാപത്രം മരവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം കേന്ദ്രത്തെ അറിയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ശിവൻകുട്ടി സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഉപസമിതി രൂപവൽക്കരിച്ച് കേരളത്തിലെ സാഹചര്യം വിശദീകരിച്ചെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇക്കാര്യം വാക്കാലാണ് പറഞ്ഞത്. രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്നും അത് പിന്നീടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നു. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക ഫണ്ട് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. 1066 കോടി 36 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ളത്. 2023, 24, 24, 25, 25, 26 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ സമഗ്ര ശിക്ഷ കേരളയുടെ കേന്ദ്ര വിഹിതമായി ലഭിക്കാനുള്ള 1066 കോടി 36 ലക്ഷം രൂപ ഒറ്റത്തവണയായി എത്രയും വേഗം അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. മറ്റിതര ഫണ്ടുകൾ PM ജന്മൻ ഹോസ്റ്റലുകൾക്കായിട്ടുള്ള 6 കോടി രൂപ, അതുപോലെ മറ്റൊരു പദ്ധതി ഹോസ്റ്റൽ നവീകരണത്തിന് വേണ്ടിയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മറ്റേ ഹോസ്റ്റൽ നവീകരണത്തിന് വേണ്ടിയുള്ള 3 കോടി രൂപയും അടിയന്തരമായി റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കേരള എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 മുഖ്യാതിഥിയായി പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഈ പരിപാടി സഹായമാകും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ കേന്ദ്ര സഹായം ലഭിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉറച്ച നിലപാട് കൂടിക്കാഴ്ചയിലൂടെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. RSS ഗണഗീതം നവംബർ 8 നടന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിൽ നടന്ന സംഭവം അത്യന്തം ഗൗരവമേറിയതാണ്. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗാനഗീതം ആലപിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഈ ദൃശ്യങ്ങൾ സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവച്ചത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പൊതുവേദികളിൽ സ്കൂൾ കുട്ടികളെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രത്യയശാസ്ത്ര പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ല. ഇത് നമ്മുടെ ഭരണഘടനാപരമായ മതേതര തത്വങ്ങളുടെ കടുത്ത ലംഘനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതേതര സ്വഭാവം തകർക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി അപലപിക്കുകയാണ്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന് കത്ത് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല.